നമസ്കാരം. ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്, സ്കൂൾ ഓഫ് മൈൻഡ് ആർട്ട് ആൻഡ് ലൈഫ് ഫുൾഫിൽമെൻറ്റ് എന്ന സ്ഥാപനത്തിലെ സ്മാർട്ട് ലൈഫിലെ മെൻറ്ററാണ്. മറ്റുള്ളവരുടെ വിമർശനം ഭയപ്പെട്ടുകൊണ്ട്, അവരുടെ വിലയിരുത്തലുകൾ ഭയപ്പെട്ടുകൊണ്ട്, അവരെന്ത് പറയും എന്ന് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതെ മാറ്റിവെക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നിങ്ങളുടേതായ കഴിവുകളെ പുറത്തെടുക്കാൻ മടിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതിനെ ഷെയർ ചെയ്യുക. മറ്റുള്ളവരുടെ സ്നേഹവും ബഹുമാനവും ആർജിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് ആലോചിച്ച്, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്താണ് വിലയിരുത്തപ്പെടുക എന്ന് വേവലാതിപ്പെട്ട് അമിതമായി ആ ചിന്തയിൽ മുഴുകുക എന്നത് അപകടമാണ്. മറ്റുള്ളവർ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നതിനെ, ആലോചിക്കുന്നതിനെ, വിലയിരുത്തുന്നതിനെ അടിസ്ഥാനമാക്കി നാം ജീവിതം ചിട്ടപ്പെടുത്താൻ നിന്നാൽ അത് നമുക്ക് വളരെയധികം അപകടം ചെയ്യും. നമുക്കൊരു പുതിയ സ്റ്റെപ്പ് എടുത്തു വെക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും കൊണ്ടുവരാൻ കഴിയില്ല. നാം എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കുമ്പോൾ, എന്തെങ്കിലും ഒന്ന് ആഗ്രഹിക്കുമ്പോൾ, എന്തെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ അത് മറ്റുള്ളവരെങ്ങനെ കാണും, മറ്റുള്ളവർ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന ചിന്ത നമ്മുടെ ജീവിതത്തെ തന്നെ തകർക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. സാധാരണഗതിയിൽ ഇമോഷണൽ സപ്പോർട്ട് ലഭിക്കാത്ത ചൈൽഡ്ഹുഡ് ഹിസ്റ്ററിയുള്ളവർക്കും തീരെ ആത്മസ്നേഹം, സെൽഫ് ലവ് കുറഞ്ഞവർക്കുമൊക്കെയാണ് ഇത്തരത്തിലുള്ള ചിന്ത സ്വാഭാവികമായും കൂടുതലായി കാണുന്നത്. നമ്മുടെ രക്ഷിതാക്കൾ നമ്മളെ വളർത്തുന്ന കാലഘട്ടത്തിൽ നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് നാട്ടുകാർ കാണില്ലേ, ആളുകൾ എന്തു പറയും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിരന്തരമായി കണ്ടീഷൻ ചെയ്യപ്പെട്ട ചില അവസ്ഥകളും അതിന് സാഹചര്യമൊരുക്കാറുണ്ട്. അതോടൊപ്പം മനഃശാസ്ത്ര വിദഗ്ധരും ഗവേഷണങ്ങളും പഠനങ്ങളുമൊക്കെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, മനുഷ്യൻ സർവൈവ് ചെയ്യുന്നതിന് വേണ്ടി, അതിജീവനത്തിന് വേണ്ടി സ്വായത്തമാക്കുന്ന ഒരുപാട് സ്വഭാവങ്ങളുണ്ട് എന്നും, ഒരു കാലഘട്ടത്തിൽ ഗോത്രങ്ങളായി ജീവിച്ചിരുന്ന മനുഷ്യ സമൂഹം അവരുടെ നിലനിൽപ്പിന് വേണ്ടി, അവരുടെ അതിജീവനത്തിന് വേണ്ടി സ്വായത്തമാക്കിയ ഒരു സ്വഭാവമാണ് മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന സ്വഭാവമെന്ന് മനഃശാസ്ത്ര വിദഗ്ധരും പഠന ഗവേഷണ പ്രബന്ധങ്ങളിലുമൊക്കെ പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാം. ഗോത്രങ്ങളായി ജീവിച്ചിരുന്ന കാലത്ത് മനുഷ്യന് സ്വന്തമായ അസ്തിത്വമുണ്ടായിരുന്നില്ല. ഒരു സെൽഫ് ഐഡന്റിറ്റി ഇല്ലാതെ ആ ഗോത്രത്തിൻ്റെ നിയമങ്ങൾക്കും ആ ഗോത്രങ്ങളുടെ വിശ്വാസങ്ങൾക്കും അതീതമായി നിന്നുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ ആ ഗോത്രത്തിലെ മറ്റ് അംഗങ്ങൾക്ക് കൂടി തൃപ്തികരവും അക്സെപ്റ്റബിളുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യൻ ശ്രമിച്ചിരുന്നുവെന്നും, അല്ലാത്ത പക്ഷം ആ ഗോത്രത്തിൽ നിന്ന് പുറംതള്ളപ്പെടുകയോ ഒറ്റപ്പെടുകയോ ഊരുവിലക്കടക്കമുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും അതിലൂടെ അവൻ്റെ അതിജീവനം പ്രയാസകരമാകുകയും ചെയ്തിരുന്ന ഒരു കാലം. ആ കാലത്ത് മനുഷ്യൻ സ്വായത്തമാക്കിയ ഒരു സ്വഭാവമാണ് ഈ മറ്റുള്ളവരുടെ തൃപ്തിക്കനുസരിച്ച്, മറ്റുള്ളവരുടെ അനുകൂലമായ വിലയിരുത്തലുകൾക്കനുസരിച്ച് ജീവിക്കുക എന്ന്. എന്നാൽ കാലമിത്ര പുരോഗതി പ്രാപിച്ചിട്ടും ഓരോരോ വ്യക്തികൾക്കും പേഴ്സണൽ ഐഡന്റിറ്റി ലഭിച്ചിട്ടും സ്വന്തമായ വ്യക്തിത്വത്തിലൂടെ, സ്വന്തമായ കഴിവുകളിലൂടെ ജീവിക്കാൻ പ്രാപ്തമായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ അതിജീവനത്തിൻ്റെ ഭാഗമായി നാം സ്വായത്തമാക്കിയ അത്തരം സ്വഭാവങ്ങൾ നമ്മുടെ ജീനുകളിലൂടെ ഇന്നും അർത്ഥശൂന്യമായ ഒരു സ്വഭാവമായി നിലനിൽക്കുന്നുണ്ട്. മനുഷ്യൻ ഇങ്ങനെ സ്വായത്തമാക്കിയ ഒട്ടനവധി അർത്ഥശൂന്യമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഇന്നും കൊണ്ടു നടക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന ഭാവം. എങ്ങനെ ചിന്തിക്കും, എങ്ങനെ വിലയിരുത്തും എന്ന് ആലോചിക്കുന്ന സ്വഭാവം. മറ്റുള്ളവരുടെ വിലയിരുത്തലുകൾക്ക് താൻ വിധേയമാക്കപ്പെടും എന്ന ഈ ചിന്ത മനസ്സിലേക്ക് കടന്നു വരുന്നത് വിമർശന ഭയമാണ്. ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഞാൻ വിമർശിക്കപ്പെടുമോ, ഞാൻ ഇങ്ങനെ സംസാരിച്ചാൽ അത് വിമർശിക്കപ്പെടുമോ, മറ്റുള്ളവരാൽ വിമർശിക്കപ്പെടുമോ എന്ന ചിന്ത.
എന്നാൽ യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് വിമർശനമെന്നും ആരാണ് വിമർശിക്കുന്നവരെന്നുമാണ്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന ആ വിചാരത്തെ ചെയ്യണമെങ്കിൽ നാം കുറച്ചു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം വിഷയങ്ങളാണ് നാം ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് എന്താണ് വിമർശനം എന്നതും ആരാണ് വിമർശിക്കുന്നത് എന്നുമാണ്. വിമർശനം പല രീതിയിലുണ്ട്. ഇന്നുവരെ നാടിനു പരിചയമില്ലാത്ത, പൊതുസമൂഹത്തിന് പരിചയമില്ലാത്ത ചില പ്രവർത്തനങ്ങൾ നാം ചെയ്യുകയോ ചില വാക്കുകൾ നാം പറയുകയോ ചില രീതിയിൽ നാം ചിന്തിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ള ആളുകൾ അവരുടെ മൈൻഡിൽ വരുന്നത് ഇത് ഇന്നുവരെ കേട്ടുകേൾവിയില്ലാത്തതാണല്ലോ, നാട്ടുനടപ്പനുസരിച്ചുള്ളതല്ലല്ലോ എന്നൊക്കെ രീതിയിലുള്ള ചിന്തകളാണ്. ഒരുപക്ഷെ നിങ്ങൾ പറയുന്ന കാര്യം പുതുതായിരിക്കാം. നിങ്ങളുടെ നിരന്തരമായ റിസർച്ചുകളിലൂടെ, നിങ്ങളുടെ അനുഭവ പരിചയത്തിലൂടെ, പരീക്ഷണങ്ങളിലൂടെ നിങ്ങൾക്ക് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യമായിരിക്കാം ഒരുപക്ഷെ പറയുന്നത്. എങ്കിലും മറ്റുള്ളവർ ചിന്തിക്കുന്നത് ഇത് ഇന്നലെ വരെ കണ്ടുകേട്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ്, നാട്ടു നടപ്പിന് വിരുദ്ധമാണ് എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും അത് നിങ്ങളുടെ കുറ്റമല്ല, അവർ അപ്ഡേറ്റ് അല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കമ്പ്യൂട്ടർ വന്ന കാലഘട്ടത്തിൽ അതിനെതിരെ വലിയ ഘോരഘോരമായ സമരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ട ഒരു നാടാണ് നമ്മുടേത്. മനുഷ്യരുടെ ജോലി സാധ്യതയെ ഇല്ലായ്മ ചെയ്യും എന്നാണ് അന്ന് ആ സമരക്കാർ ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും ജോലി ചെയ്യുന്ന മേഖലയും IT രംഗമാണ്, കമ്പ്യൂട്ടറാണ് എന്ന് വരുമ്പോൾ അന്ന് നടത്തിയ സമരങ്ങളെയും വിമർശനങ്ങളെയും പോലെ തന്നെയാണ് നിങ്ങൾ പുതുതായിട്ടൊരു കാര്യം പറയുമ്പോൾ ആളുകൾ അതിനെതിരെ പ്രതികരിക്കുന്നതും വിമർശിക്കുന്നതും. അത് നമ്മുടെ കുറ്റം കൊണ്ടല്ല, മറിച്ച് ആളുകൾ അപ്ഡേറ്റ് ആവാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി അത്തരം വിമർശനങ്ങളെ പുല്ലുവില കൽപ്പിക്കുകയാണ് വേണ്ടത്. വിമർശനത്തിൻ്റെ മറ്റൊരു വേർഷൻ എന്ന് പറയുന്നത് തെറ്റും ശരിയുമാണ്. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ, നാം പറയുന്ന വാക്കുകളെ, നമ്മുടെ ചിന്തകളെ അത് ശരിയാണോ തെറ്റാണോ എന്ന രീതിയിൽ വിലയിരുത്തപ്പെടും എന്നാണ്. ശരിയും തെറ്റും വിലയിരുത്തപ്പെടുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസൃതമായിട്ടാണ്. ഓരോ ഇൻഡിവിജ്വൽസിനും, ഓരോ വ്യക്തികൾക്കും വ്യക്തമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. എൻ്റെ ഇഷ്ടങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അനിഷ്ടമായി തോന്നിയേക്കാം. നിങ്ങൾ ഇഷ്ടപ്പെടാത്തതിനെ ഒരു പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് വരാം. അങ്ങനെ ഇഷ്ടാനിഷ്ടങ്ങൾ തികച്ചും വ്യക്തിപരവും അത് ആപേക്ഷികവുമാണ്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എനിക്ക് തെറ്റായി തോന്നിയേക്കാം. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നിങ്ങൾക്ക് തെറ്റായി തോന്നിയേക്കാം. ഞാൻ ഇഷ്ടപ്പെടുന്നതിനെ എൻ്റെ ശരിയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിനെ നിങ്ങളുടെ ശരിയും എന്ന രീതിയിലാണ് സാമാന്യമായി ജനങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് നാം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് തെറ്റാണ് എന്ന രീതിയിൽ വിലയിരുത്തപ്പെടുമോ എന്നതിനു പകരം നാം ആലോചിക്കേണ്ടത് എനിക്ക് എൻ്റെതായ നിർവചനം വേണം. സമൂഹത്തിലെ 90% ശരിതെറ്റുകളും വിലയിരുത്തപ്പെടുന്നത് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസൃതമായിട്ടാണ്. ശരിതെറ്റുകളല്ല, ഇഷ്ടാനിഷ്ടങ്ങളാണ് 90% വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നാം ഒരു കാര്യം ചെയ്യുമ്പോൾ, നാം ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു ധാരണ വേണം, അതിനൊരു നിർവചനം വേണം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടത് കൊണ്ടാണ് എന്ന രീതിയിലുള്ള ഒരു ഡെഫിനിഷൻ നമ്മൾ അതിന് വേണം. ശരിതെറ്റുകൾ വിലയിരുത്തപ്പെടുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസൃതമായിട്ടാണ്. അത് കേവലം അഭിപ്രായങ്ങൾ മാത്രമാണ്. നാം അതിനെ മനസ്സിലാക്കേണ്ടത് എനിക്ക് എൻ്റെതായ ഒരു ഡെഫിനിഷൻ ഉണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് എൻ്റെതായ ചില ധാരണകളുണ്ട്. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് ഓൺലി ആൻ ഒപ്പീനിയൻ എന്ന രീതിയിൽ ഒരു അഭിപ്രായം മാത്രമാണ്. അഭിപ്രായത്തെ അഭിപ്രായമായി കാണാനും നമ്മുടെ ധാരണക്കനുസരിച്ച്, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നാം പ്രവർത്തിക്കുന്നതിനെ നമ്മുടെ ഒരു ഡെഫിനിഷനായി കാണാൻ നമുക്ക് കഴിയണം. ഒപ്പീനിയനെ ഒപ്പീനിയനായി കാണാനും ഡെഫിനിഷനെ ഡെഫിനിഷനായി കാണാനും കഴിയണം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടത്തെ, മറ്റുള്ളവരുടെ അത്തരം ശരിതെറ്റു വിലയിരുത്തലുകളെ അവരുടെ ഒപ്പീനിയനായി കാണാനും അഭിപ്രായമായി കാണാനും നമ്മുടെ
ഇഷ്ടാനിഷ്ടങ്ങൾക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും നമ്മുടെ ധാരണക്കും അതീതമായി നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ, ആ പ്രവർത്തനങ്ങൾക്ക് ഒരു ഡെഫിനിഷൻ നൽകാൻ നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ക്ലാരിറ്റിയുള്ള ഒരു ഡെഫിനിഷനുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മറ്റുള്ളവരെന്തു പറയും എന്നതിനെക്കുറിച്ച് നമുക്ക് വേവലാതി ഉണ്ടാകില്ല. പറയേണ്ടവർ പറയട്ടെ, അത് അവരുടെ അഭിപ്രായം മാത്രമാണ് എന്ന ഒരു ധാരണ നമുക്കുണ്ടായി വരും. അല്ല എങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ട ചില അവസ്ഥകൾ നമുക്ക് വന്നു ചേരും. അങ്ങനെ നമ്മുടെ മനസ്സമാധാനം തന്നെ പൂർണ്ണമായി നശിക്കും. നമ്മളൊക്കെ കേട്ട ഒരു കഥയാണ് കഴുതയെ ചുമന്ന ദമ്പതികളുടെ ഒരു കഥ. ഒരു ഗ്രാമത്തിലൂടെ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ ഒരു കഴുതയും കൂടെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഭാര്യയും ഭർത്താവും കഴുതയും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗ്രാമവാസികളിൽ ചിലർ അഭിപ്രായപ്പെട്ടു, എന്തൊരു മണ്ടനാണ്, ആ കഴുതയെ വെറുതെ നടത്തുന്നതിന് പകരം അയാൾക്ക് ആ കഴുതപ്പുറത്ത് കയറി ഇരുന്നുകൂടെ എന്ന്. ഇത് കേട്ട അയാൾ കഴുതപ്പുറത്തേറുകയും അങ്ങനെ ഭാര്യ കൂടെ നടക്കുകയും അങ്ങനെ അവർ യാത്ര തുടർന്നു. അടുത്തൊരു ഗ്രാമത്തിലെത്തിയപ്പോൾ വേറൊരു കൂട്ടർ ആളുകൾ പറഞ്ഞു, അദ്ദേഹം എന്ത് ദുഷ്ടനായ മനുഷ്യനാണ്, തൻ്റെ ഭാര്യയെ നടത്തിക്കൊണ്ട് അദ്ദേഹം വലിയ ഗമയിൽ ഒരു അധികാരഭാവത്തിൽ കഴുതപ്പുറത്ത് സഞ്ചരിക്കുന്നത് കണ്ടില്ലേ എന്ന്. ഇത് കേട്ട അയാൾ തൻ്റെ ഭാര്യയെ കൂടെ ആ കഴുതപ്പുറത്ത് കയറ്റുകയും അങ്ങനെ സഞ്ചാരം തുടരുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് മറ്റൊരു ഗ്രാമത്തിലെത്തിയപ്പോൾ ആളുകൾ പറഞ്ഞു, എന്തൊരു ദുഷ്ടന്മാരാണ് അവർ രണ്ടുപേരും കൂടെ ആ കഴുതപ്പുറത്ത് കയറി സഞ്ചരിക്കുന്നതിന് കണ്ടില്ലേ, ആ കഴുതയോട് ഒരു ദയ പോലുമില്ലാത്ത ആളുകൾ എന്ന്. അവസാനം ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തുമ്പോൾ അവസാനം നാം കാണുന്നത് ആ കഴുതയെയും ചുമന്നു കൊണ്ടുപോകുന്ന ആ ദമ്പതികളെയാണ്. ഇങ്ങനെ ആളുകളുടെ അഭിപ്രായത്തിനനുസരിച്ച്, ആളുകളുടെ തീരുമാനത്തിനനുസരിച്ച്, ആളുകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് നാം ജീവിക്കാൻ തുടങ്ങിയാൽ നാം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലും ചെയ്യുകയും അങ്ങനെ നമ്മുടെ ജീവിതം തന്നെ താളം തെറ്റുകയും ചെയ്യും. നേരെ മറിച്ച് ആദ്യം ഗ്രാമവാസികൾ അഭിപ്രായം പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു ഡെഫിനിഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ, ഇതെൻ്റെ തീരുമാനമാണ്, ഇങ്ങനെ പോവാനാണ് ഞങ്ങൾക്ക് താല്പര്യം, ഞങ്ങൾ 3 പേരും കൂടി നടന്നു പോവുക എന്നതാണ് ഞങ്ങളുടെ താല്പര്യം എന്ന് പറഞ്ഞില്ല എങ്കിൽ പോലും സ്വന്തത്തിനോട് പറയാൻ ഒരു ഡെഫിനിഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അവസാനം ഈ കഴുതയെയും ചുമന്നുകൊണ്ട് പോവേണ്ട ഒരവസ്ഥയും ഉണ്ടായിരുന്നില്ല. എന്നതുപോലെ തന്നെ നാം ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു തീരുമാനമെടുക്കുമ്പോൾ, ഒരു പുതിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ നമുക്ക് ക്ലാരിറ്റിയുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് ക്ലാരിറ്റിയുള്ള ഒരു ധാരണയുണ്ട് എങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റുകയോ മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുകയോ അങ്ങനെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുകയോ ചെയ്യേണ്ടി വരില്ല. മറ്റുള്ളവരുടെ അഭിപ്രായത്തെയും വിമർശനത്തെയും ശരിതെറ്റു വിലയിരുത്തലുകളെയും ഒരു ഒപ്പീനിയനായിട്ടാണ് നാം കാണേണ്ടത്. അതോടൊപ്പം നമ്മളൊരു ബോർഡർ സെറ്റ് ചെയ്യണം. അതായത് എൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് എത്രത്തോളം ആളുകൾക്ക് കയറി വരാം, എത്രത്തോളം അഭിപ്രായങ്ങൾ പറയാം, എത്രത്തോളം വിമർശനങ്ങൾ നടത്താം എന്ന ഒരു ബോർഡർ നാം സെറ്റ് ചെയ്യണം. മറ്റുള്ളവരുടെ അഭിപ്രായം തേടുന്നതിലൊന്നും കുഴപ്പമില്ല, പക്ഷേ അവരുടെ അഭിപ്രായത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ധാരണയാക്കി മാറ്റുക എന്നതാണ് യഥാർത്ഥത്തിൽ വളരെ അപകടം നിറഞ്ഞ ഒന്ന്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് എന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ പക്വമായി എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നത്, പറയുന്നത് എന്ന ഒരു കൃത്യമായ ധാരണയും ഒരു ക്ലാരിറ്റിയും നമ്മുടെ ജീവിതത്തിൽ വെച്ചു പുലർത്തുകയും മറ്റുള്ളവർക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ കഴിയും എന്ന ഒരു ബോർഡർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, മറ്റുള്ളവർ നമ്മളെ വിമർശിക്കുന്നുണ്ടോ എന്ന രീതിയിലൊക്കെയുള്ള ചിന്തകളെ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെ നാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നാം ആലോചിക്കേണ്ടത് ആരുടേതൊക്കെ അഭിപ്രായങ്ങളെ നമുക്ക് സ്വീകരിക്കാം. നമുക്കൊരു പ്രയാസം വരുമ്പോൾ, നമുക്കൊരു കഷ്ടത വരുമ്പോൾ അത് ബാധിക്കുന്ന കുറേ ആളുകളുണ്ടാകാം. നാം ഒരു ബിസിനസ് ചെയ്ത് നമുക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള
സംവിധാനങ്ങളൊക്കെ വന്നു. അങ്ങനെ നമ്മൾ ഒരു നല്ല നിലയിലെത്തിപ്പെട്ടാൽ അതിൻ്റെ ഗുണഭോക്താക്കളായി നാം ഒരു നല്ല നിലയിലെത്തിപ്പെട്ടാൽ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള കുറച്ചാളുകൾ ഉണ്ടാകും. അതോടൊപ്പം നമ്മുടെ കഷ്ടനഷ്ടങ്ങൾ ബാധിക്കുന്ന കുറച്ചാളുകൾ ഉണ്ടാവും. അതായത് നമ്മുടെ ജീവിതത്തിനോട് അവർക്ക് കൂടി റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിക്കാം. നമുക്കിനി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചേ മതിയാകൂ എന്ന ഒരവസ്ഥയിലാണ് നമ്മളെങ്കിൽ നമുക്ക് ആ പ്രത്യേക പ്രവൃത്തിയിൽ അല്ലെങ്കിൽ ആ പ്രത്യേക ചിന്തയിൽ ആ പ്രത്യേക കാര്യത്തിൽ കൂടുതൽ എക്സ്പേർട്ടായിട്ടുള്ള പരിചയസമ്പന്നരായിട്ടുള്ള പ്രൊഫഷണലുകളിൽ നിന്ന് നമുക്ക് അഭിപ്രായത്തെ സ്വീകരിക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ അത്തരത്തിലുള്ള ആ രീതിയിലെ എക്സ്പേർട്ടുകളിൽ നിന്ന് നാം അഭിപ്രായം സ്വീകരിച്ചാൽ അത് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തും. മറ്റുള്ളവർ എന്തു പറഞ്ഞാലും മറ്റുള്ളവർ അതിനെക്കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങളെ അഭിപ്രായങ്ങളായി കാണുകയും യഥാർത്ഥത്തിൽ അതല്ല, ഞാൻ ഈ കാര്യം ചെയ്യുന്നത് എനിക്ക് ബോധ്യപ്പെട്ട ഈ മേഖലയിലുള്ള പ്രൊഫഷനുകളിൽ നിന്നും അഭിപ്രായം തേടിയത് കൊണ്ടാണ്, എക്സ്പേർട്ടുകളിൽ നിന്നും അഭിപ്രായം തേടിക്കൊണ്ടാണ് ചെയ്യുന്നത് എന്ന ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകും. അങ്ങനെ നമ്മുടെ ഓരോ സ്റ്റെപ്പുകൾക്കും ഓരോ പ്രവർത്തനങ്ങൾക്കും വ്യക്തമായ ഒരു ഡെഫിനിഷൻ, ഒരു ധാരണ, ഒരു ഉറപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴും നമുക്ക് ഈ മറ്റുള്ളവർ അതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന ധാരണ നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതെ പോകും. അതുപോലെ ഇത്തരം ചിന്തകളുടെ മറ്റൊരു വേർഷൻ എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നത് എല്ലാം പരിപൂർണമായിരിക്കണം എന്ന വിശ്വാസമാണ്. അതായത് പെർഫെക്ഷനിസം. അതൊരു അസുഖമാണ്. സൈക്കോളജിയിൽ, മനഃശാസ്ത്രത്തിൽ പെർഫെക്ഷനിസം എന്നത് ഒരു ഡിസോർഡർ ആയിട്ടാണ് കാണുന്നത്. ആ കാര്യങ്ങളും പൂർണ്ണമാകുക എന്നത് ഒരു മനുഷ്യ സഹജമല്ല. ഇന്ന് പെർഫെക്റ്റായി പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾ പഴയ കാലത്ത്, അവരുടെ തുടക്കകാലത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തിയ ആളുകളാണ്. ഇന്ന് കാണുന്ന അത്ഭുതങ്ങളും ഇന്ന് കാണുന്ന കണ്ടുപിടുത്തങ്ങളുമൊക്കെ അവരുടെ തുടക്കകാലത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് കാണുന്ന ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു രീതിയിലേക്ക് അവരെത്തുന്നത്. നമ്മുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നാം നടന്നു തുടങ്ങിയത് വീണ് അവിടെ നിന്ന് എണീറ്റ് പതുക്കെ പതുക്കെയാണ് നാം നടക്കാൻ പഠിച്ചത്. നാം എഴുതാൻ പഠിച്ചത് അക്ഷരത്തെറ്റുകൾ വരുത്തി ആ തെറ്റുകൾ തിരുത്തി അങ്ങനെ പതിയെയാണ് നാം എഴുതാൻ പഠിച്ചത്. വായിക്കാൻ പഠിച്ചതും അതുപോലെ, സംസാരിക്കാൻ പഠിച്ചതും എല്ലാം നാം നമ്മുടെ ജീവിതത്തിൽ പഠിച്ച സ്കില്ലുകളൊക്കെയും ആദ്യം ചെയ്യുമ്പോൾ അതിൽ തെറ്റുപറ്റും, അത് തീർച്ചയാണ്. ഇങ്ങനെ തെറ്റുകൾ പറ്റി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങിയാണ് പെർഫെക്റ്റ് എന്ന ഒരു രീതിയിലെത്തുന്നത്. അല്ലായെങ്കിൽ നാം വീഴുമെന്ന് കരുതി അന്ന് നടത്തം നിർത്തിയിരുന്നെങ്കിൽ ഇന്നും നമുക്ക് നടക്കാൻ കഴിയില്ല. എഴുത്തിൽ അക്ഷരത്തെറ്റുണ്ടാകുമെന്ന് കരുതി നാം എഴുത്ത് നിർത്തിയിരുന്നുവെങ്കിൽ, എഴുതി തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഇന്നും നമുക്ക് എഴുതാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് സംസാരം. അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്ന് സ്വായത്തമാക്കിയ എല്ലാ സ്കില്ലുകളും. പെർഫെക്റ്റ് എന്ന ഒന്നില്ല. പെർഫെക്ഷൻ ഈസ് പെർസെപ്ഷൻ എന്നാണ് പറയാറ്. പെർഫെക്റ്റ് ഞാൻ പരിപൂർണമാണ് എന്ന് കരുതുന്ന ഒരു കാര്യം ഒരു പക്ഷേ മറ്റൊരാൾ നോക്കിക്കാണുമ്പോൾ അത് പരിപൂർണമായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് അതിൻ്റെ പരിപൂർണത എന്ന് പറയുന്നത്. ഒരാൾ സിനിമ പിറവിയെടുക്കുന്നത് അതിൻ്റെ സംവിധായകനും അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളും ഒരുപാട് ആലോചിച്ച് ഒരുപാട് പേരുടെ അധ്വാനം കൊണ്ടാണ്. പക്ഷെ ആ സിനിമ ഇറങ്ങിയതിന് ശേഷം അത് കാണുന്ന ആളുകളുടെ റിവ്യൂ അനുസരിച്ചാണ്, അത് കാണുന്ന ആളുകളുടെ കാഴ്ചപ്പാടനുസരിച്ചാണ് ആ സിനിമയിലെ തെറ്റുകുറ്റങ്ങളും ആ സിനിമയെ വിമർശിക്കപ്പെടുന്നതും ഒക്കെ തന്നെയാണ് ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അതിനെ സമീപിക്കുന്ന ആളുകളുടെ പെർസെപ്ഷൻ അനുസരിച്ചാണ്, കാഴ്ചപ്പാടനുസരിച്ചാണ്, അവർ കാണുന്ന രീതി അനുസരിച്ചാണ്. അതുകൊണ്ട് നമ്മൾ പരിപൂർണരായിരിക്കണം എന്ന ധാരണയോടുകൂടി നാം എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നുണ്ട് എങ്കിൽ, അങ്ങനെ പെർഫെക്റ്റ് ആയില്ല എങ്കിൽ മറ്റുള്ളവർ അതിൽ കുറ്റം കണ്ടെത്തും
എന്ന രീതിയിൽ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും തന്നെ നേടാൻ കഴിയില്ല, ജീവിതത്തിൽ ഒന്നും തന്നെ തുടങ്ങാൻ കഴിയില്ല, ഒന്നും തന്നെ പ്രവർത്തിക്കാൻ കഴിയില്ല. പെർഫെക്ഷനിലേക്ക് നാം നമ്മുടെ എക്സ്പീരിയൻസിലൂടെയും നമ്മുടെ അനുഭവ പരിചയത്തിലൂടെ പടിപടിയായി നാം റിവ്യൂ നടത്തി അതിലെ തെറ്റുകുറ്റങ്ങളെ കണ്ടെത്തി അത് പരിഹരിച്ച് അങ്ങനെ കാലാന്തരങ്ങളാണ് നമ്മളെ പെർഫെക്ഷനിലേക്ക് എത്തിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിയാൽ, ഞാൻ പെർഫെക്റ്റ് അല്ല എങ്കിൽ, എനിക്ക് തെറ്റുപറ്റിയാൽ മറ്റുള്ളവരതിനെ വിമർശിക്കില്ലേ, വിലയിരുത്തില്ലേ എന്നൊക്കെയുള്ള നമ്മുടെ ഉള്ളിലെ ആ ചിന്തയെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് പരിപൂർണത എന്നത് കാണുന്നവരുടെ കാഴ്ചപ്പാടിലൂടെയാണ് എന്ന് മനസ്സിലാക്കിയാൽ, പെർഫെക്ഷൻ ഈസ് പെർസെപ്ഷൻ എന്ന് മനസ്സിലാക്കിയാൽ, പരിപൂർണത എന്ന് പറയുന്നത് കാഴ്ചപ്പാടിലൂടെയാണ് വരുന്നത് എന്ന്, കാഴ്ചപ്പാടിന് അനുസരിച്ചായിരിക്കും എന്ന ഒരു ധാരണ, എന്ന ഒരു ഇന്നർ ടോക്ക് നമ്മളുമായി സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് പിന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളത്ര വലിയ ആളുകളൊന്നുമല്ല. എല്ലാ സമയങ്ങളിലും ആളുകൾ നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്ന, ആർക്കും അതിന് നേരവുമില്ല, സമയവുമില്ല. അവർക്ക് അവരുടെ വിഷയങ്ങളും അവരുടെ പ്രശ്നങ്ങളും ഒക്കെയാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെ ചെറിയ സമയങ്ങളിൽ മാത്രമാണ് ആരെയെങ്കിലും കുറിച്ച് നമ്മൾ ആലോചിക്കുകയോ ചിന്തിക്കുകയോ കമന്റ് പറയുകയോ ഒക്കെ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ എല്ലാ സമയത്തും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സമയമില്ല. ഓരോരുത്തരും അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ വളരെ ബിസിയാണ്, വളരെ നല്ല രീതിയിലുള്ള തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കുറിച്ചൊന്നും ആലോചിക്കാൻ ആർക്കും സമയമില്ല. അങ്ങനെ ആരെങ്കിലും ഒക്കെ അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് എന്ന ധാരണ ഒഴിവാക്കുകയാണ് ഇതിന് ആകെ തുകയുള്ളത്. അതുകൊണ്ട് തന്നെ നാം അവസാനമായി മനസ്സിലാക്കേണ്ടത്, നമ്മളത്ര വലിയ ആളുകളൊന്നുമല്ല, ആളുകൾക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ വലിയ സമയങ്ങളുമൊന്നുമില്ല. എപ്പോഴെങ്കിലും ചില അഭിപ്രായങ്ങൾ പറയും, ചിന്തിക്കും, വല്ലപ്പോഴെങ്കിലും അഭിപ്രായങ്ങൾ പറയും. ആ അഭിപ്രായങ്ങൾ അവരുടെ അഭിപ്രായം മാത്രമാണ്, അല്ലാതെ അതാണ് ശരി എന്നൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് കൃത്യമായ ബോധ്യമുള്ള കാര്യങ്ങളാണ്. ആ ബോധ്യമുള്ള കാര്യങ്ങളിൽ ആരെങ്കിലും പിന്നീട് അഭിപ്രായം പറയുമ്പോൾ അത് അവരുടെ അഭിപ്രായമായി മാത്രം കണ്ട് മാറ്റി നിർത്താൻ എനിക്ക് കഴിയും. അത് എനിക്ക് എൻ്റെതായ ഒരു ഡെഫിനിഷൻ ഉണ്ട്, എൻ്റെതായ ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ബോധ്യമുണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്ന് നമ്മുടെ ഉറപ്പുണ്ട് എങ്കിൽ അഭിപ്രായങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാതെ ഈ ബോർഡറിൽ തട്ടി പുറത്തേക്ക് പോകുക മാത്രമാണ് ചെയ്യുക. നോൺസെൻസ് ആയിട്ടുള്ള കുറെ വിമർശനങ്ങൾ വന്നേക്കാം. അത്തരം വിമർശനങ്ങളെയൊക്കെ നാം പുല്ലുവില കൽപ്പിച്ച് മാറ്റി നിർത്താൻ നമുക്ക് കഴിയണം. എന്നിട്ട് മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന ബോധ്യമില്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പടവുകൾ ഉയർന്നു പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി. സ്മാർട്ട് ലൈഫ്.